1925 ഇന്ത്യയിലെ നാഗപ്പൂരിൽ ജന്മമെടുത്ത സാംസ്കാരിക ദേശീയതയിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു ദേശീയ സന്നദ്ധ സംഘടനയാണല്ലോ RSS എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ സ്വയംസേവക സംഘം. സ്വതന്ത്ര സമര കാലഘട്ടത്തിൽ നിരവധി പ്രക്ഷോഭങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായി RSS ഇവിടെ നടത്തിയിട്ടുമുണ്ട്. അതിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് സർക്കാർ ഒരു തവണ RSSനെ നിരോധിച്ചു വരുന്നു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലും രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയും ബാധിക്കുന്ന സമയത്തും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ഒരു അർദ്ധ സൈനിക വിഭാഗമെന്ന് പോലും അറിയപ്പെടുന്ന RSSൻ്റെ പ്രവർത്തനങ്ങളെ അക്കാലത്ത് അന്നത്തെ ഭരണകൂടങ്ങളെല്ലാം തന്നെ വാനോളം പുകഴ്ത്തിയിട്ടുള്ളതുമാണ്. ഗാന്ധിവധത്തെ തുടർന്ന് ഗാന്ധിയുടെ ഘാതകൻ നേരത്തെ RSSൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന കാരണത്താൽ RSSനെ അന്ന് നിരോധിച്ചുവെങ്കിലും പിന്നീട് അത് എടുത്തു കളയുകയും ചെയ്തു. അതിനുശേഷം ഒരു തവണ കൂടി RSSനെ ഇന്ത്യയിൽ കോൺഗ്രസ് സർക്കാർ നിരോധിച്ചുവെങ്കിലും പിന്നീട് അതും ഒഴിവാക്കുകയായിരുന്നു. ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥക്കെതിരെ ഏറ്റവും കൂടുതൽ പോരാടിയതും RSS ആയിരുന്നു. ശേഷം 1966 വീണ്ടും അധികാരത്തിലുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് സർക്കാരാണ് കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാർ ആരും തന്നെ RSSൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാൻ പാടില്ല എന്ന ഒരു വിചിത്ര നിയമം നടപ്പിലാക്കിയത്. കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരും കൂട്ടിച്ചേർക്കുകയായിരുന്നു. അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയിലും RSSലും പ്രവർത്തിക്കുന്നവർ കേന്ദ്ര ജീവനക്കാരാകാൻ പാടില്ല എന്ന വിജ്ഞാപനം പുറപ്പെടുവിച്ച കോൺഗ്രസ് സർക്കാർ 1970ലും 80ലും ഈ വിജ്ഞാപനങ്ങൾ പുതുക്കുന്ന സമയത്തും ഈ നിരോധനം അവസാനിപ്പിക്കുവാൻ തയ്യാറായതുമില്ല. അങ്ങനെയുള്ള 58 വർഷക്കാലത്തെ ഒരു നിരോധന ഉത്തരവാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിങ് മന്ത്രാലയം വഴി നീക്കിയിട്ടുള്ളത്. ഇന്ത്യയെ കൂടാതെ ലോകത്തെ 33 രാജ്യങ്ങളിൽ കൂടി പ്രവർത്തനമുള്ള ഒരു സംഘടനയാണ് RSS. കൂടാതെ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP അടക്കം 40ഓളം സംഘടനകളും ഈ RSSന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സംഘടനയാണ് ഇത്രയും നാൾ ജമാഅത്തെ ഇസ്ലാമിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടിയിരുന്നത്. കഴിഞ്ഞ 10 വർഷമായി RSSന്റെ കുഞ്ഞായിട്ടുള്ള BJP ആണ് രാജ്യം ഭരിക്കുന്നത്. ഇപ്പോഴിതാ 15ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടാകുന്നത്. മറ്റൊരു RSSന്റെ പ്രചാരകനായിരുന്ന AB വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇന്ത്യ രാജ്യം ഭരിച്ചപ്പോഴും കേന്ദ്ര ജീവനക്കാരിലുള്ള RSSന്റെ നിരോധനം നീക്കിയിരുന്നില്ല. രാജ്യവിരുദ്ധ ശക്തികളുടെ അടക്കം ട്രേഡ് യൂണിയനുകൾ സർക്കാർ ജീവനക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ ലോകത്തെ തന്നെ ഒരു കുടുംബമായി കാണുവാൻ പഠിപ്പിക്കുന്ന ഒരു സംഘടനയുടെ നിരോധനം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒരു രത്നാവഹം തന്നെയാണ്. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം സ്വാഗതം ചെയ്തിരിക്കുന്നു RSS. രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ തീരുമാനമെന്നും RSS പറയുകയുണ്ടായി. കഴിഞ്ഞ 58 വർഷത്തെ RSSന്റെ നിരോധനം നീക്കിയ കേന്ദ്ര സർക്കാർ തീരുമാനം വഴി 2025ഓടെ ഇന്ത്യ ഹിന്ദുരാഷ്ട്രമാക്കുമെന്ന RSSന്റെ ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിന്റെ ചുവടുവയ്പ്പാണോ ഇത് എന്ന് നമുക്ക് നോക്കിക്കാണാവുന്നതാണ്.